ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 2 ആണ്. ക്ലാസ് 6 ബേസിക് സയൻസ് ചാപ്റ്റർ 3 ലെറ്റ് സ്റ്റാൻഡ് സ്ട്രെയിറ്റിൻ്റെ കാർട്ടിലേജ് മുതലുള്ള ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാർട്ടിലേജസ്. എക്സാമിൻ യുവർ ഇയേഴ്സ് ആൻഡ് നോസ്. ഡു യു ഫീൽ ആസ് സ്ട്രോങ് ആസ് ദ ബോൺസ് ഇൻ യുവർ ആംസ് ആൻഡ് ലെഗ്സ്? കാൻ യു ബെൻഡ് ദം? വൈ ഈസ് ഇറ്റ് പോസിബിൾ? വാട്ട് ടൈപ്പ് ഓഫ് ബോൺ ഇസ് പ്രസൻറ്റ് ദെയർ? ലെറ്റ്സ് ഡിസ്കസ്. ഇനി നമ്മൾ നമ്മുടെ മൂക്കിലെയും ചെവിയിലെയും എല്ലുകൾ, ആ ചെവിയുടെ പാർട്ടും മൂക്കിൻ്റെ പാർട്ടൊക്കെ തൊട്ട് നോക്കുക. അതെല്ലാം സ്ട്രോങ് അല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ബോണുകളാണ്. അതൊക്കെ നമുക്ക് മടങ്ങുന്നതാണ്, ബെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെന്താണ്? ഇതെല്ലാമാണ് കാർട്ടിലേജസ്. വാട്ട് ആർ കാർട്ടിലേജസ്? വേർ ആർ ദേ ഫൗണ്ട്? കാർട്ടിലേജസ് ആർ ഫിക്സിബിൾ പാർട്സ് വിച്ച് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ ബോഡി ലൈക്ക് ബോൺസ് പോലെ തന്നെ, എല്ലുകൾ പോലെ തന്നെയുള്ള ഒരു പാർട്ടാണ് കാർട്ടിലേജുകൾ. അവയെ നമുക്ക് സപ്പോർട്ട് തരും, സ്ട്രെങ്ത്തും തരും. ദേ ആർ സോഫ്റ്റ് ദാൻ ബോൺസ് ആൻഡ് ആർ ഫൗണ്ട് ഇൻ ബോത്ത് ഹ്യൂമൻ ബോഡി ആൻഡ് ദ ബോഡീസ് ഓഫ് അതർ അനിമൽസ്. ഈ ഭാഗം നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും ഉണ്ട് ഈ കാർട്ടിലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാർട്ട്. Primarily, cartilages are found in the ears, nose, elbows, knees, ankles, trachea and the disc between the vertebrae. ഇപ്പോൾ വെർട്ടിബ്രയിലുള്ള ഇടയിലുള്ള ഡിസ്കുകളിലും നമ്മുടെ ആങ്കിൾസ്, കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗം, പിന്നെ കാൽമുട്ട്, കൈമുട്ട്, എൽബോ, നോസ്, ഇയേഴ്സ്, മൂക്കും ചെവി എന്നീ ഭാഗങ്ങളിലാണ് കാർട്ടിലേജ് കാണുന്നത്. ജോയിൻസ് ആണ് അടുത്തത്. കാണ്ട് വി ബെൻഡ് ആൻഡ് സ്ട്രെയിറ്റൻ അവർ ആംസ്, ലെഗ്സ് ആൻഡ് ഫിംഗേഴ്സ് ഈസിലി? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? അപ്പോൾ നമുക്ക് നമ്മുടെ കൈവിരലുകൾ ചലിപ്പിക്കാനും കാലും ഒക്കെ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? ഇത് ബിക്കോസ് ഓഫ് ജോയിൻസ്. നമുക്ക് ജോയിൻസ് ഉള്ളത് കൊണ്ടാണ്. ദ പിക്ചർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ ഹാൻഡ് ഫിഗർ 1 ആൻഡ് ദ മോഡൽ മെയ്ഡ് ഓഫ് കാർഡ്ബോർഡ് ഫിഗർ 2 ആർ പ്രൊവൈഡഡ് എബവ്. Carefully observe the features and identify the difference between two figures in relation to the movement of hands. അപ്പോൾ നമുക്ക് രണ്ടും ഒന്ന് താരതമ്യം ചെയ്യാം, രണ്ടിൻ്റെയും ചലനം എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫിഗറിനകത്ത് ചലനം സാധ്യമാണ്, മൂവ്മെൻറ്റ് ഈസ് പോസിബിൾ, കാരണം അതിൽ ജോയിൻസ് ഉള്ളത് കാരണം. രണ്ടാമത്തെ ഫിഗറിൽ നമുക്ക് മൂവ്മെൻറ്റ് പോസിബിൾ അല്ല, കൈ മടക്കാനോ വിരലുകൾ മടക്കാനോ ഒന്നും പറ്റില്ല. വാട്ട് ഇഫ് our ഹാൻഡ്സ് ആർ ലൈക്ക് ദ വൺ ഇൻ ഫിഗർ 2? നമ്മുടെ കൈകൾ രണ്ടാമത്തെ ഫിഗർ പോലെ ആണെങ്കിൽ എന്ത് ചെയ്യും? ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. ടേക്ക് തിൻ പൈപ്സ് യൂസ് ഫോർ വയറിംഗ് ആൻഡ് പുട്ട് ഇൻ യുവർ ഫിംഗേഴ്സ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ നമ്പർ 3. നൗ ട്രൈ റൈറ്റിംഗ് എ ബുക്ക് വിത്ത് ദാറ്റ് ഹാൻഡ്സ് യൂസിങ് എ പെൻ. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ പൈപ്പുകൾ ഇടുക, നമുക്കൊരു പെന്ന് പിടിച്ചിട്ട് ബുക്കിൽ എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറ്റില്ല അല്ലേ? നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കും റീസൺ? വി കനോട്ട് മൂവ് അവർ ഫിംഗേഴ്സ് ഓർ ഹോൾഡ് തിങ്സ്. നമുക്ക് ആ പെന്ന് പിടിക്കാനോ കൈകൾ ചലിപ്പിക്കാനോ കഴിയില്ല. വാട്ട് ഇഫ് ഓൾ ദ ബോൺസ് ഇൻ അവർ ബോഡി വെർ ജസ്റ്റ് എ സിംഗിൾ ബോൺ? അപ്പോൾ ഇതുപോലെ ഈ പൈപ്പ് പോലെ ഒരൊറ്റ എല്ലായിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? നമുക്കിങ്ങനെ ഒരു സാധനം പിടിക്കാനോ അല്ലെങ്കിൽ കൈകൾ മടക്കാനോ ഒരു സാധനം എടുക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു അല്ലേ? We are able to move our bones because we have joints. നമുക്ക് നമ്മുടെ എല്ലുകളിൽ ജോയിൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കൈകൾ ചലിപ്പിക്കാൻ പറ്റുന്നത്. ഇനി വാട്ട് ആർ ജോയിൻസ്? എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. എ ജോയിൻറ്റ് ഇസ് എ പാർട്ട് വെയർ 2 or more bones meet. ഇപ്പോൾ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികമോ എല്ലുകൾ കൂടിച്ചേർന്ന സ്ഥലമാണ് ജോയിൻറ്റ്. There are different types of joints in our body. നമ്മുടെ ശരീരത്തിൽ പല ടൈപ്പ് ജോയിൻസ് ഉണ്ട്. സം ജോയിൻസ് ആർ മൂവബിൾ ആൻഡ് സം ആർ ഇമ്മൂവബിൾ. ചില ജോയിൻസ് നമുക്ക് അനക്കാൻ സാധിക്കും, ചിലത് അനക്കാൻ സാധിക്കില്ല, ചലിപ്പിക്കാൻ സാധിക്കില്ല. ഫസ്റ്റ് വൺ, ഹിഞ്ച് ജോയിൻറ്റ്. ആദ്യത്തെ ജോയിൻറ്റിൻ്റെ പേര് ഹിഞ്ച് ജോയിൻ്റ് ആണ്. ലൈക്ക് ദ ഹിൻസ് ഇൻ ദ ഡോർ ഓർ വിൻഡോ, ദ ബോൺസ് ഇൻ ദ elbow and knee can be moved only in one direction. This type of joint found in the elbow and knees are called hinge joint. അപ്പോൾ നമുക്ക് ഹിഞ്ച് ജോയിൻ്റ് എന്താണെന്ന് നോക്കാം. ജനലുകളിലെയും വാതിലുകളിലെയും വിജാഗിരി പോലെ, വാതിലുകളിലും പിടിപ്പിച്ചിട്ടുള്ള വിജാഗിരി പോലെ ഒരു സൈഡിലേക്ക് മാത്രം അനക്കാൻ സാധിക്കുന്ന ജോയിൻസ് ആണ് ഹിഞ്ച് ജോയിൻസ്. ഈ ഹിഞ്ച് ജോയിൻസ് കാലിലെ നീസിലും കയ്യിലെ എൽബോയിലുമാണ് ഇതുള്ളത്. ഒരു സൈഡിലേക്ക് മാത്രമാണ് നമുക്ക് ഇത് അനക്കാൻ സാധിക്കുക, ഒരു വശത്തേക്ക് മാത്രം. ഹിഞ്ച് ജോയിൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ക്യാരക്ടറിസ്റ്റിക്സ്. ജോയിൻറ്റിൻ്റെ പേര് ഹിഞ്ച് ജോയിൻ്റ് എന്നാണ്. എൽബോയും നീലുമാണ് ഇതുള്ളത്. എന്താണ് എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ലൈക്ക് ഹിഞ്ചസ് ദീസ് ക്യാൻ ബി മൂവ്ഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ വിജാഗിരി പോലെ ഒരു സൈഡിലേക്ക് മാത്രം നമുക്കിത്
അനക്കാൻ സാധിക്കുകയുള്ളൂ. ലെറ്റ്സ് മേക്ക് എ മോഡൽ ഓഫ് ദ ഹിഞ്ച് ജോയിൻറ്റ്. ഇനി ഹിഞ്ച് ജോയിൻ്റ് ഒരു മോഡൽ ഉണ്ടാക്കാം. ഫോർ ദിസ് ലെറ്റ്സ് ഡു ദ ആക്ടിവിറ്റി ഇൻ ഗ്രൂപ്പ്. ദ പിക്ചർ ആൻഡ് ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡഡ് ബിലോ ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് എ ഹിഞ്ച് ജോയിൻറ്റ്. മേക്ക് എ സെപ്പറേറ്റ് പീസ് ഓഫ് കാർഡ്ബോർഡ് ഓർ മൾട്ടി വുഡ് ഇൻ ദ ഷേപ്പ് ഓഫ് ദ പാർട്ട് ഓഫ് എ ഹാൻഡ് ആസ് ഷോൺ ദ ഫിഗർ. ഹൗ ക്യാൻ ദീസ് ടു പാർട്സ് ബി ജോയിൻഡ്? ഈ രണ്ട് പാർട്ടുകളും എങ്ങനെയാണ് ജോയിൻ ചെയ്യുക? കൈയുടെ കുറച്ച് ഭാഗം, പിന്നെ കൈയിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ രണ്ട് ഭാഗങ്ങളും കൂടി എങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യുക? ഹിഞ്ച് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇത് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഹിഞ്ച് ജോയിൻ്റ് എന്ന്, അതെങ്ങനെയാണ് മൂവ് ചെയ്തതെന്നുള്ളൂ. ഇനി അടുത്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഷോൾഡർ ജോയിൻറ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് എൽബോ ആൻഡ് നീ? ഈ കാൽമുട്ടിലെയും കൈമുട്ടിലെയും ജോയിൻ്റ് പോലെയാണോ ഷോൾഡറിലുള്ള ജോയിൻ്റ് ഉള്ളത്? അല്ലേ, നമുക്ക് എല്ലാ വശത്തേക്കും മൂവ് ചെയ്യാൻ പറ്റും ഷോൾഡറിനെ. Can't the shoulder joint be moved in all direction? Yes, it can be moved. അല്ലേ, നമുക്ക് എല്ലാ വശത്തേക്കും മൂവ് ചെയ്യാൻ പറ്റും. ട്രൈ ഡൂയിങ് ഇറ്റ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? Now observe the picture and try to understand more about the movement of the shoulder bone and the hip bone. ഇനി ഷോൾഡർ എല്ലിലെയും ഇടുപ്പെല്ലിലെയും മൂവ്മെൻറ്റ്സ് ഒന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ഈസ് ദ ജോയിൻറ്റ് വിത്ത് മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഇപ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് അവിടെ ഉള്ളത്, ഹിപ്പിലും ഷോൾഡറിലും ഉള്ളത്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മാക്സിമം മൂവ്മെൻറ്റ് സാധ്യമാകും, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് സാധ്യമാകും. കൂടുതൽ എല്ലാ വശത്തേക്കും നമുക്കിത് ചലിപ്പിക്കാൻ സാധിക്കും. It is arranged in such a way that the round end of a bone, that is ball, is able to rotate in the cavity of another bone. ഇപ്പോൾ ഒരു ബോളും ഒരു ക്യാവിറ്റിയുമാണുള്ളത്. ആ ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക്, ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കുഴിഞ്ഞൊരു ഒരു ബോൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾവശം കുഴിഞ്ഞിരിക്കുമല്ലോ, അങ്ങനത്തെ ഒരു ഭാഗമാണ് ക്യാവിറ്റി. ആ ക്യാവിറ്റിയിലേക്ക് നമ്മളൊരു മുഴുവൻ ബോളിനെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബോളിനെ കറക്കാൻ സാധിക്കും. അത് അങ്ങനത്തെ ഒരു ജോയിൻ്റാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. Therefore it is called the ball and socket joint. This type of joint is found in the shoulder and hip. ഷോൾഡറിലും ഹിപ്പിലാണ് ഈ ജോയിൻറ്റ് കാണുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. ജോയിൻ്റ് ഏതാണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. പാർട്ട് ഓഫ് ദ ബോഡി ഷോൾഡർ ആൻഡ് ഹിപ്പ്. Characteristics of the joint with the maximum freedom of movement. The round end of the bone rotate in the cavity of another bone. ഒരു റൗണ്ട് എൻഡ് അടുത്ത ക്യാവിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യും. ലെറ്റ്സ് മേക്ക് ദ മോഡൽ ഓഫ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. മേക്ക് യൂസ് ഓഫ് ദ മെറ്റീരിയൽസ് പ്രൊവൈഡഡ് ഫോർ ദാറ്റ്. 2 ice cream balls, wooden scale, nut and bolt. Cut off a small part of the big ice cream ball in such a way that the small ice cream ball remains fitted inside it. Fix the 2 ice cream balls on the wooden scale using nut and bolt as shown in the picture. Hold the scale with the large ice cream ball in one hand and try rotating the scale with the small ice cream ball. Doesn't it resembles the shoulder movement? അപ്പം നമുക്ക് ഇതുപോലെ ചെയ്യുക. 2 ബോളുകൾ എടുക്കുക, ഒരു വലിയ ബോൾ കട്ട് ചെയ്യുക, ചെറിയ ബോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തുക, രണ്ടും സ്കെയിലിൽ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മളതും അതിൻ്റെ ഉള്ളിൽ, വലിയ ബോളിൻ്റെ ഉള്ളിൽ ചെറിയ ബോൾ കടത്തുക, എന്നിട്ട് അത് തിരിക്കുക. അപ്പോൾ നമുക്ക് ഷോൾഡറിലെയും ഹിപ്പിലെയും ജോയിൻ്റ് എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാകും. നെക്സ്റ്റ് വൺ ഇസ് പിവോട്ട് ജോയിൻറ്റ്. പിവോട്ട് ജോയിൻ്റാണ് അടുത്തത്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ നെക്ക് ജോയിൻറ്റ്? കഴുത്തിലുള്ള ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് മുകളിലേക്കും താഴത്തേക്കും സൈഡിലേക്കും ഒക്കെ ചലിപ്പിക്കാൻ സാധിക്കും അല്ലേ? വി ക്യാൻ മൂവ് ഇറ്റ് ഫോർവേഡ്, ബാക്ക്വേർഡ്, ടുവേർഡ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഹൗ മച്ച് ക്യാൻ ഇറ്റ് ബി റൊട്ടേറ്റഡ്? ഇത് നമുക്ക് തല എത്ര വരെ നമുക്ക് തിരിക്കാൻ സാധിക്കും അല്ലേ? തല നമുക്ക് തിരിക്കാൻ സാധിക്കും, പുറകിലേക്കൊക്കെ തിരിക്കാൻ പറ്റും. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഇസ് കോൾഡ് പിവോട്ട് ജോയിൻറ്റ്. ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും മൂവ്മെൻ്റ് ഉള്ള ഒരു ജോയിൻറ്റിനെ പറയുന്ന പേരാണ് പിവോട്ട് ജോയിൻറ്റ്. ഓബ്സർവ് ദ ടേബിൾ ഷോയിങ് ഇൻ ദ ബോഡി പാർട്ട് വെയർ പിവോട്ട് ജോയിൻറ്റ്സ് ആർ ഫൗണ്ട് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ആ ബോക്സ് നോക്കുക, അതിനകത്ത് പിവോട്ട് ജോയിൻറ്റും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൊടുത്തിട്ടുണ്ട്. നെക്കിലാണ് പിവോട്ട് ജോയിൻ്റ് ഉള്ളത്. എ ബോൺ ദാറ്റ് മൂവ്സ് ഫോർവേഡ്, ബാക്ക്വേർഡ് ആൻഡ് സൈഡ് ടു സൈഡ് ഇൻ അനദർ ബോൺ. ഒരു ബോണിൻ്റെ മേലെ നമുക്ക് വേറൊരു ബോൺ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ഇത് നമുക്ക് മുന്നിലേക്കും പിന്നിലേക്കും 2 വശത്തേക്കും മൂവ്മെൻറ്റ് സാധ്യമാക്കും. ലെറ്റ്സ് മേക്ക് എ മോഡൽ ഓഫ് പിവോട്ട് ജോയിൻറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇനി പിവോട്ട് ജോയിൻറ്റ് നമുക്ക് ഒരു മോഡൽ നമുക്ക് ഉണ്ടാക്കാം. ടു മേക്ക് ദ മോഡൽ, take a powder tin as shown in the picture. Have you noticed the lid of such powder tin? How does the lid move? Does it have any similarity with the movement of our neck? അപ്പോൾ ഇങ്ങനത്തെ ഒരു പൗഡർ ടിൻ എടുക്കുക, ഈ താഴെ കൊടുത്തിരിക്കുന്നത് പോലത്തെ. ആ പൗഡർ ടിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോളിൻ്റെ തല ഫിക്സ് ചെയ്യുക,
തല ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വശത്തേക്കും 4 വശത്തേക്കും തിരിക്കാൻ പറ്റും. ഈ പൗഡർ ടിൻ്റെ മൂടി 4 വശത്തേക്കും ലിഡ് തിരിക്കുമ്പോൾ അത് ഡോളിൻ്റെ തലയും തിരിയും അല്ലേ. ലിസ്റ്റ് ഔട്ട് 3 types of joints in our body and their characteristics in the table. Present it before the class. Record it in your science diary. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ വേറെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. 3 ജോയിൻസും എഴുതിയിട്ടുള്ളത് അതിൻ്റെ എക്സാമ്പിൾസും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഫ്രാക്ചർ. ഫ്രാക്ചേഴ്സ് എങ്ങനെയാണ് ഉണ്ടാകുക? പൊട്ടലുകൾ. Look at the right arm of the child in the picture. What happened? Have any of you faced such problems? Why is it necessary to keep it bound in such a way? അപ്പോൾ ഇതെന്തിനാണ് ഈ കുട്ടി കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ടിരിക്കുന്നത്? ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു സ്ലിങ് ഇട്ടിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഴ്ചയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഹാവൻ യു സീൻ എൻ എക്സ്റേ ഷീറ്റ് ലൈക്ക് ദ വൺ ഇൻ ദ പിക്ചർ? ഇനി നെക്സ്റ്റ് പിക്ചറിൽ നമുക്കൊരു എക്സ്റേ ഷീറ്റ് തന്നിട്ടുണ്ട്. ഇങ്ങനൊരു എക്സ്റേ ഷീറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഈസ് ഷോൺ ദ പിക്ചർ? ഈ പിക്ചറിൽ ഏത് പാർട്ടാണ് കാണിച്ചിരിക്കുന്നത്? ഡസ് ദ ബോൺ ഇൻ ദ പിക്ചർ ഹാവ് എ ഫ്രാക്ചർ? ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ബോണിൽ ഫ്രാക്ചർ ഉണ്ടോ? ഉണ്ട് അല്ലേ. ആ പിക്ചറിലൊരു പൊട്ടൽ കാണിക്കുന്നുണ്ട്. എ ഫ്രാക്ചർ ഈസ് എ ബ്രേക്കിംഗ് ഓർ എ ക്രാക്കിംഗ് ഓഫ് എ ബോൺ. ഫ്രാക്ചേഴ്സ് ക്യാൻ ഒക്കർ ഇൻ 3 ways. എ സിമ്പിൾ ഫ്രാക്ചർ ഒക്കർ വെൻ ദ ബോൺ ക്രാക്സ്, ബ്രേക്സ് ഓർ ഡിസ്ലൊക്കേറ്റ്. അപ്പോൾ ഈ ഫ്രാക്ചർ 3 ടൈപ്പ് ഉണ്ടാകാൻ പറ്റും. ഒരു ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഒരു എല്ലിൽ ഉണ്ടാകുന്ന പൊട്ടലോ വിള്ളലോ ഒക്കെയാണ് ഫ്രാക്ചർ. 3 ടൈപ്പ് ഫ്രാക്ചർ ഉണ്ടാകും. സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ ചെറിയൊരു ക്രാക്ക്, ഒരു വിള്ളലോ അല്ലെങ്കിൽ എല്ലിൻ്റെ സ്ഥാനം മാറിക്കിടക്കലോ, അതൊക്കെയാണ് സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ. ദ ഫ്രാക്ചർ ഇൻ വിച്ച് ദ ബോൺ ബ്രേക്സ് ആൻഡ് കം ഔട്ട് പിയേഴ്സിംഗ് ദ മസിൽസ് ആർ കോൾഡ് കോമ്പൗണ്ട് ഫ്രാക്ചർ. രണ്ടാമത്തതാണ് കോമ്പൗണ്ട് ഫ്രാക്ചർ. കോമ്പൗണ്ട് ഫ്രാക്ചർ ഉണ്ടാവുന്നത് എപ്പോഴാണ്? എല്ല് ഒടിഞ്ഞ് ദശയിൽ കൂടെ പുറത്തേക്ക് തള്ളി വരുമ്പോഴാണ് പുറത്തേക്ക് അത് ഉന്തി നിൽക്കും. അതാണ് കോമ്പൗണ്ട് ഫ്രാക്ചർ. ഹിയർ വൂൺസ് ആർ ഓൾസോ ഒക്കേർഡ് എലോങ് വിത്ത് ദ ഫ്രാക്ചർ. ഇവിടെ നമുക്ക് മുറിവുകൾ ഉണ്ടാകും. എല്ല് പുറത്തേക്ക് തള്ളി വരുമ്പോൾ അവിടെ ആ ദശയിൽ മുറിവുകളും ഉണ്ടാകും. എ കോമ്പൗണ്ട് ഫ്രാക്ചർ ദാറ്റ് ഒക്കേഴ്സ് നിയർ ദ ഇൻറ്റേർണൽ ഓർഗൻ ഈസ് എ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. ഇനി മൂന്നാമത്തത് ഇൻറ്റേർണൽ ഓർഗൻസ്, ആന്തരിക അവയവങ്ങളുടെ അടുത്ത് ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഫ്രാക്ചറുകളാണെങ്കിൽ അത് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമുണ്ടാക്കും. ഇൻ സച്ച് കേസസ് ദ ബ്രോൺ ബ്രേക്സ് ആൻഡ് കോസസ് ഇഞ്ചുറി ടു ദ ഇൻറ്റേർണൽ ഓർഗൻസ്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ എല്ലുകൾ പൊട്ടി ഈ ആന്തരിക അവയവങ്ങളിൽ കയറിക്കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും. പ്ലീസ് നോട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ചേഴ്സ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ബിഫോർ ദ ക്ലാസ്. അപ്പോൾ ഇത് ഞാനൊരു നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. Next is X-ray. X-rays was discovered in 1895 by Wilhelm Conrad Röntgen. ഇപ്പോൾ റോൺജൻ എന്ന് പറഞ്ഞൊരു ജർമ്മൻ ഫിസിസിസ്റ്റാണ് എക്സ്റേകൾ കണ്ടുപിടിച്ചത്. ഒരു ആക്സിഡൻ്റൽ ഇൻവെൻഷൻ ആയിരുന്നു എക്സ്റേ. ഇദ്ദേഹം വേറെന്തോ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഇടയിലായിരുന്നു. ആ സമയത്താണ് ഈ പ്രകാശ സ്രോതസ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ലൈറ്റ് സോഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് എക്സ്റേസ് പാസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കൈ ആ ലൈറ്റ് സോഴ്സിൻ്റെ ഇടയിൽ പെടുകയും ഇതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചിരുന്ന സ്ക്രീനിൽ ഇദ്ദേഹത്തിൻ്റെ എല്ലുകൾ കാണുകയും ചെയ്തു. അങ്ങനെ ആക്സിഡൻ്റലായിട്ടാണ് ഇദ്ദേഹം എക്സ്റേ കണ്ടുപിടിച്ചത്. എക്സ്റേ എങ്ങനെയാണ് എടുക്കുക എന്നുള്ള ആ ഒരു മെഷീൻ കണ്ടുപിടിച്ചത്. It was Röntgen who took the photographic image of bones in human body using X-ray. X-ray can pass through the muscles but not through the bones. X-rayക്ക് മസിൽസിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകാൻ പറ്റും, പക്ഷേ ബോൺസിൻ്റെ എല്ലുകളുടെ ഉള്ളിൽ കൂടി കടന്നു പോകാൻ പറ്റില്ല. How can we understand if there is a fracture? ഒരു ഫ്രാക്ചർ ഉണ്ടെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക? പെയിൻ ഇൻ ദ ഇൻജേർഡ് ഏരിയ. ആ ബാധിക്കപ്പെട്ട സ്ഥലത്ത് വേദനയുണ്ടാകും. ഡിഫിക്കൽറ്റി ഇൻ മൂവിങ് ഇൻ ദ ഇൻജേർഡ് പാർട്ട്. ആ ബാധിക്കപ്പെട്ട സ്ഥലത്ത് അനക്കുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഡിഫറൻസ് വെൻ കമ്പയർഡ് വിത്ത് സിമിലർ പാർട്സ്. അപ്പം മറ്റുള്ള ഭാഗവുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് വിങ്ങലോ നീരോ എന്തെങ്കിലും ഉണ്ടാകും. ഇഫ് ദീസ് സിംറ്റംസ് ആർ പ്രസൻറ്റ് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സിംറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്താണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ദാറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു സമൺ വിത്ത് ഫ്രാക്ചർ? വാട്ട് ഹാപ്പൻ ഇഫ് ദ ഫ്രാക്ചർ ഈസ് മൂവ്ഡ് ഓർ ഷേക്കൻ? അപ്പം ഫ്രാക്ചർ അനക്കിയാൽ എന്ത് പറ്റും? എന്ത് ഫസ്റ്റ് എയ്ഡാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഇഞ്ചേർഡ് പാർട്ട് ഷുഡ് ബി കെപ്റ്റ് ഇമ്മൊബിലൈസ്ഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ആൻസർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാധിക്കപ്പെട്ട ഭാഗം എന്ത് ചെയ്യണം? അനക്കാൻ പാടില്ല. ഇമ്മൊബിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അനക്കാൻ പാടില്ല. ഫോർ ദാറ്റ് ദ ഇഞ്ചേർഡ് പേഴ്സൺ പാർട്ട് ക്യാൻ ബി ബാൻഡേജ് യൂസിങ് എ സ്പ്ലിൻറ്റ്. ഒരു മരക്കഷ്ണമോ ഒരു തടിക്കഷ്ണമോ ഒരു സ്റ്റിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ആ ബാധിക്കപ്പെട്ട ഭാഗം വെച്ച് ഒന്ന് കെട്ടി വെക്കുക. അപ്പോൾ നമ്മളത് അനക്കില്ല, ആ ഭാഗം അനക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ദ സ്പ്ലിൻ ഷുഡ് ബി മെയ്ഡ് വിത്ത് എ സ്ട്രോങ് പ്ലേറ്റ് ഓഫ് വുഡ്, മെറ്റൽ ഓർ പ്ലാസ്റ്റിക്. വുഡോ മരമോ മെറ്റലോ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ആകാം ഈ സ്പ്ലിൻറ്റ്. ഡു നോട്ട് ട്രൈ ടു മൂവ് ദ ഇഞ്ചേർഡ് പാർട്ട്. ഈ ആ ബാധിക്കപ്പെട്ട ഭാഗം അനക്കാതിരിക്കുക. എ പേഴ്സൺ വിത്ത് എ ബോൺ ഫ്രാക്ചർ ഷുഡ് ബി ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഗിവിങ് ദ ഫസ്റ്റ് എയ്ഡ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഡു ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ അഡൾട്ട്. ഒരു മുതിർന്ന ആളുടെ സഹായത്തോടെ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ആക്ട് ഔട്ട് ദ ഫോളോയിങ് സിനാരിയോ ഇൻ ദ ക്ലാസ് ഗ്രൂപ്പ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സിനാരിയോ, ഈ ഒരു സീൻ നമുക്ക് അഭിനയിച്ച് കാണിക്കാം, റോൾ പ്ലേ ചെയ്യാം. എ ചൈൽഡ് ഫോൾസ് വൈൽ പ്ലേയിങ്. ഒരു കുട്ടി വീഴുന്നു, വേദനിക്കുന്നു, കാല് എക്സാമിൻ ചെയ്യുന്നു, ഫ്രാക്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് അഭിനയിച്ച് ഫലിപ്പിക്കാം. ഓക്കെ. ഫ്രാക്ചർ ഈസ് ദെയർ, മെറ്റൽ റോഡ്സ് ആർ ടു ബി ഫിക്സ്ഡ്. ഇപ്പോൾ അടുത്തൊരു പിക്ചർ തന്നിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫ്രാക്ചർ ഉണ്ട്, മെറ്റൽ റോഡ് ഇടണമെന്ന്, അല്ലേ? ചില സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് മെറ്റൽ റോഡ് ഇടുന്നത്, അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. വൈ ഡു വി യൂസ് മെറ്റൽ റോഡ് ഫോർ ഫിക്സിങ് എ ഫ്രാക്ചേർഡ് ബോൺ? ഒരു പൊട്ടിയ എല്ല് പൊട്ടിയ സ്ഥലത്ത് നമ്മൾ മെറ്റൽ റോഡ് ഇടുന്നത് എന്തിനാണ്? യൂഷ്വലി ദ ഫ്രാക്ചേർഡ് പാർട്ട് ഇസ് പ്രോപ്പർലി ജോയിൻഡ് ആൻഡ് ഫിക്സഡ് ബൈ സ്ക്രൂയിങ് ഓൺ ദ മെറ്റൽ റോഡ്. ഇത് സാധാരണയായി എന്താ ചെയ്യുക? ഈ ഒരു പൊട്ടൽ വീണ് കഴിഞ്ഞാൽ ആ രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു മെറ്റൽ റോഡ് ഇട്ടിട്ട് എന്ത് ചെയ്യും? സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യും. കുറേ നാളുകൾ അത് അങ്ങനെ ഇട്ടിട്ട് ഒരു 6 മാസം 7 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അവരൊരു കണക്ക് പറയുമല്ലോ, പ്ലാസ്റ്റർ ചെയ്യും. അതിനുശേഷം ആ ഒരു കണക്ക് കഴിയുമ്പോഴത്തേക്കും അത് ജോയിൻ ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യും? റിമൂവ് ചെയ്തെടുക്കും. നെക്സ്റ്റ് വൺ ഈസ് നീ റീപ്ലേസ്മെൻറ്റ്. വെയ്റ്റ് ഗെയിൻ ആൻഡ് ഡിക്രീസ് കാൽഷ്യം ഇൻ ദ ബോൺ ക്യാൻ കോസ് വെയർ ആൻഡ് ടെയർ ഓഫ് ദ നീ. അപ്പോൾ കാലുകൾക്ക് എന്ത് സംഭവിക്കും? കാലുകൾക്ക് വെയർ ആൻഡ് ടെയർ, തേയ്മാനം സംഭവിക്കും. നമ്മൾ വെയിറ്റ് കൂടുമ്പോഴും എപ്പോഴും നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ മുട്ടുകാലിന് തേയ്മാനം സംഭവിക്കും. ആഫ്റ്റർ എ മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ ജോയിൻറ്റ്സ്, ദ പ്രോസസ് ഓഫ് റിമൂവിങ് എ ഡിക്രീസ്ഡ് ഓർ എ worn out knee bone and replacing it with an artificial knee consisting of ceramic, metal and plastic components is called knee replacement. അപ്പോൾ ഇത് നമ്മൾ പരിശോധനയും ടെസ്റ്റുകളും ഒക്കെ നടത്തിയതിന് ശേഷം ഒരു തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ നമ്മൾ ആ തേയ്മാനം സംഭവിച്ച എല്ലെടുത്ത് മാറ്റി മുട്ടിൽ എന്ത് വെക്കും? പ്ലാസ്റ്റിക്കിൻ്റെയോ സെറാമിക്കിൻ്റെയോ ഒക്കെ ഒരു കോമ്പോണൻ്റ് ആയിട്ടുള്ള മുട്ട് എടുത്ത് കാൽമുട്ട് റീപ്ലേസ് ചെയ്യും. ഇറ്റ് ക്യാൻ വർക്ക് എഫക്റ്റീവ്ലി ആഫ്റ്റർ അപ് ടു 20 years. 20 വർഷം വരെ നമുക്ക് ആ ഒരു റീപ്ലേസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ നീ വെച്ചിട്ട് നടക്കാൻ സാധിക്കും. വൺ മേ എക്സ്പീരിയൻസ് എ മൈനർ ഡിസ്കംഫോർട്ട് ഇൻ ദ റീപ്ലേസ്മെൻറ്റ് നീ ആഫ്റ്റർ റീപ്ലേസ്മെൻറ്റ് സർജറി. അപ്പോൾ ഈ ഒരു സർജറിക്ക് ശേഷം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? ഫിസിയോതെറാപ്പിയോ മെഡിക്കേഷനോ ഒക്കെ കൊണ്ട് അത് സോൾവ് ആകും. ഓക്കെ. ഇതാണ് നീ റീപ്ലേസ്മെൻറ്റ്. For bone health, you have learned about nutrients in the lesson food for health. Which minerals are essential for healthy bones? ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ലെസൺ പഠിച്ചിട്ടുണ്ട്, ഹെൽത്തി ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞ ലെസൺ. അതിനകത്ത് നമ്മൾ എല്ലുകൾക്ക് ആവശ്യമായ ഭക്ഷണം എന്തെല്ലാമാണ്, സ്ട്രോങ് ബോൺസിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ലിസ്റ്റ് ദ ന്യൂട്രിയൻസ് ആൻഡ് റിച്ച് ഫുഡ് ദാറ്റ് ആർ നെസറി ഫോർ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്. പല്ലുകൾക്കും എല്ലുകൾക്കും ആവശ്യമായ ഭക്ഷണം ഏതെല്ലാമാണ്, അതിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടി ആവശ്യമായ ഭക്ഷണം ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ന്യൂട്രിയൻസ് ഫോർ ഹെൽത്തി ബോൺസ് ആൻഡ് ടീത്ത്, വൈറ്റമിൻ ഡി ആൻഡ് കാൽഷ്യം. ഇത് രണ്ടെണ്ണമാണ് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ്. ന്യൂട്രിയൻ റിച്ച് ഫുഡ് എന്തൊക്കെയാണ്? എഗ്, മീറ്റ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾ, ഫിഷ്. ഇതെല്ലാമാണ് നമുക്ക് ആവശ്യമുള്ള ഫുഡ്. ഹാവൻ യു അണ്ടർസ്റ്റുഡ് വൈ മിൽക്ക് ആൻഡ് എഗ്സ് ആർ സെർവ്ഡ് ഇൻ യുവർ സ്കൂൾ?
ദേ ആർ എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് യുവർ ബോൺസ്. മിൽക്കും എഗ്ഗും, മുട്ടയും പാലും നമ്മുടെ സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അത് നമുക്ക് ബോണിൻ്റെ സ്ട്രെങ്ത്തിന് ആവശ്യമായതുകൊണ്ടാണ്. ബോൺസ് ഇൻസൈഡ് ദ ഇയേഴ്സ്. ഇനി ചെവിയുടെ ഉള്ളിൽ ബോൺസ് ഉണ്ട്, അതറിയാവോ? ചെവിയുടെ ഉള്ളിൽ നമുക്ക് ബോൺസ് ഉണ്ട്. അവ ഇയർ ഹാസ് 3 പാർട്സ്. നമ്മുടെ ചെവിക്ക് 3 പാർട്സാണ് ഉള്ളത്. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. അങ്ങനെ 3 പാർട്ടാണ് നമ്മുടെ ചെവിക്കുള്ളത്. ഈ ഔട്ടർ ഇയറിൽ നിന്ന് ശബ്ദം മിഡിൽ ഇയറിലും പിന്നീട് നമ്മുടെ ഇന്നർ ഇയറിലുമാണ് എത്തുന്നത്. ഇറ്റ് ഹാസ് 3 സ്മോൾ ബോൺസ് ഇൻ ദ മിഡിൽ ഇയർ. അപ്പോൾ നമ്മുടെ ഈ മിഡിൽ ഇയറിൽ 3 എല്ലുകളുണ്ട്. അത് ഏതെല്ലാമാണ് ആ എല്ലുകളെന്ന് നോക്കാം. മാലസ്, ഇൻകസ്, സ്റ്റേപ്പസ്. മാലസ്, ഇൻകസ്, സ്റ്റേപ്പസ് എന്ന് പറഞ്ഞ 3 എല്ലുകളുണ്ട്. ദേ ആർ കേപ്പബിൾ ഓഫ് വൈബ്രേഷൻ. ഇവരാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കേൾക്കുന്ന ശബ്ദത്തിൻ്റെ വൈബ്രേഷനായിട്ട് മാറ്റി നമ്മുടെ ഇയർ ഡ്രം ഉണ്ടല്ലോ, ഇയർ ഡ്രമ്മിൻ്റെ ഭാഗമാണിത്. ഈ മാലസ്, ഇൻകസ്, സ്റ്റേപ്പസ് ഇവർ നമ്മളെ വൈബ്രേഷൻ ആക്കി മാറ്റും. വി ഹിയർ സൗണ്ട്സ് ടു ദെയർ വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ മൂലമാണ് നമുക്ക് എന്ത് കേൾക്കുന്നത്? ശബ്ദമായി കേൾക്കുന്നത്. വെൻ ദേ വൈബ്രേറ്റ്, സൗണ്ട് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ ഔട്ടർ ഇയർ ടു ദ ഇന്നർ ഇയർ. ഈ ഔട്ടർ ഇയറിൽ നിന്ന് ഈ വൈബ്രേഷൻസ് ഇന്നർ ഇയറിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഇവരാണ്. ഇവരുടെ വൈബ്രേഷൻ മൂലമാണ് ഇന്നർ ഇയറിലേക്ക് ആ ശബ്ദം എത്തുന്നത്. ദ സ്റ്റേപ്പിസ് ഇസ് ദ സ്മോളസ്റ്റ് ബോൺ ഇൻ അവർ ബോഡി. ഫീമർ ഇസ് ദ ലാർജസ്റ്റ്. സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ ബോൺ, ഫീമർ ആണ് ലാർജസ്റ്റ് ബോൺ. ഇതിനകത്ത് മാലസ്, ഇൻകസ്, സ്റ്റേപ്പസിനകത്ത് സ്റ്റേപ്പസ് ഹോഴ്സ് ഷൂടെയോ ഇതിൻ്റെ ഒരു ഷേപ്പിലാണുള്ളത്. സ്കെൽറ്റൻ ഔട്ട്സൈഡ് ദ ബോഡി. ഇനി നമ്മുടെ ബോഡിയുടെ ഇൻസൈഡിലുള്ള സ്കെൽറ്റനാണ് ഇത്രയും സമയം നമ്മൾ നോക്കിയത്. ഇനി ഔട്ട്സൈഡിൽ എവിടെയൊക്കെയാണ് സ്കെൽറ്റൻ, ഏതൊക്കെ അനിമൽസിനാണ് ഔട്ട്സൈഡ് സ്കെൽറ്റൻ ഉള്ളത് നോക്കാം. സോ ഫാർ വി ഹാവ് ബീൻ ഡിസ്കസിങ് ഓർഗാനിസംസ് വിത്ത് സ്കെൽറ്റൻ ഇൻസൈഡ് ദെയർ ബോഡി. നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള സ്കെൽറ്റനാണ് നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തത്. ആർ ദർ അനിമൽസ് ഹൂസ് സ്കെൽറ്റൻസ് ആർ സീൻ ഔട്ട്സൈഡ് ദെയർ ബോഡി? വിച്ച് ഈസ് ദ അനിമൽ സീൻ ഇൻ ദ പിക്ചർ? ഹാവ് യു ഒബ്സർവ്ഡ് വേർ ഇറ്റ്സ് സ്കെൽറ്റൻ ഈസ് സിറ്റുവേറ്റഡ്? ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ അനിമൽ ഗിവൻ ബിലോ. ഡു ദേ ഹാവ് സ്കെൽറ്റൻസ്? വേർ ആർ ദെയർ സ്കെൽറ്റൻ ഫൗണ്ട്? ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ ബോഡി? ഓൾ ദീസ് അനിമൽസ് ഹാവ് സ്കെൽറ്റൻ ഔട്ട്സൈഡ് ദെയർ ബോഡി. ഇനി താഴെ നമുക്ക് കൊടുത്തിരിക്കുന്ന പിക്ചർ എന്തിൻ്റെയാണ്? സ്നെയിലാണ് ഒരെണ്ണം. പിന്നെ നമുക്ക് അതിന് താഴെ കുറേ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു 5 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഗ്രൗണ്ട് ബീറ്റിലാണ്, രണ്ടാമത്തെ പ്രോൺസ്, കോക്രോച്ച്, സെൻറ്റിപ്പീഡ്, ക്രാബ്. ഇവർക്കൊക്കെ എവിടെയാണ് സ്കെൽറ്റൻ ഉള്ളത്? ഇവരുടെ സ്കെൽറ്റൻ ഔട്ട്സൈഡിലാണ്, ബോഡിയുടെ പുറത്താണ് ഇവരുടെ സ്കെൽറ്റൻ ഉള്ളത്. ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. How does the outer skeleton benefits these organisms? They help to protect and give shape to their body and offer protection from enemies. അപ്പോൾ ഈ പുറം തോടുള്ള ആനിമൽസ് അല്ലെങ്കിൽ ലിവിങ് തിങ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ ബോൺസ് പ്രൊട്ടക്ഷനും ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണമാണ് കൊടുക്കുന്നത്, ഷേപ്പ് കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് അവർ അതുകൊണ്ടാണ് ബോഡിയുടെ പുറത്ത് സ്കെൽറ്റൻ വെച്ചിരിക്കുന്നത്. എക്സോസ്കെൽറ്റൻ ആൻഡ് എൻഡോസ്കെൽറ്റൻ. സ്നെയിൽസ്, സം ടൈപ്പ് ഓഫ് ബീറ്റിൽസ്, മസിൽസ് ആൻഡ് ക്രാബ്സ് ഹാവ് തിക്ക് ഔട്ടർ കവറിങ്സ്. അപ്പോൾ ഞണ്ടുകൾ, ചില കക്ക വർഗത്തിൽപ്പെട്ട ജീവികൾ, ബീറ്റിൽസ്, വണ്ടുകൾ, സ്നെയിൽ, ഒച്ചുകൾ, ഇവർക്കൊക്കെ എന്താണ്? ഔട്ടർ കവറിങ് ഉണ്ട്, പുറം ചട്ടകളുണ്ട്. ഓർഗാനിസം സച്ച് ആസ് മില്ലിപീഡ്, സെൻറ്റിപീഡ്, കോക്രോച്ച്, പ്രോൺസ്, ചെമ്മീൻ, പാറ്റ, മില്ലിപ്പീഡ്, സെൻറ്റിപ്പീഡ്, പഴുതാര, തേരട്ട എന്നീ ജീവികൾ. ഇവർക്കൊക്കെ എന്താണുള്ളത്? തിൻ ഷെല്ലാണ്, ചെറിയ നേരിയ കട്ടി കുറഞ്ഞ ഷെല്ലുകളുണ്ട്. സച്ച് കവറിങ്സ് ഔട്ട്സൈഡ് ദ ബോഡി ആർ കോൾഡ് എക്സോസ്കെൽറ്റൻ. ഇങ്ങനെ ശരീരത്തിന് പുറത്തുള്ള കവറിങ്ങിനെ പറയുന്ന പേരാണ് എക്സോസ്കെൽറ്റൻ. അനിമൽസ് സച്ച് ആസ് കാറ്റ്, ഫ്രോഗ്, മൈസ്, കൗസ് ആൻഡ് ഹ്യൂമൻസ് ഹാവ് സ്കെൽറ്റൻ ഇൻസൈഡ് ദെയർ ബോഡി. ദിസ് ആർ എൻഡോസ്കെൽറ്റൻ. അപ്പം നമ്മളെ പോലുള്ള മനുഷ്യന്മാരും നായ്ക്കൾ, പശു, തവള, പൂച്ച, ഇങ്ങനത്തെ അനിമൽസിനൊക്കെ ഉള്ളിലാണ് സ്കെൽറ്റൻ ഉള്ളത്. ഇവരെ പറയുന്ന പേരാണ് എൻഡോസ്കെൽറ്റൻ. മറ്റുള്ളവർ എക്സോസ്കെൽറ്റൻ, പുറത്ത് സ്കെൽറ്റൻ ഉള്ള ആൾക്കാർ, പുറം ചട്ടകളുള്ള ആൾക്കാർ. ക്യാൻ ബോത്ത് എക്സോസ്കെൽറ്റൻ ആൻഡ് എൻഡോസ്കെൽറ്റൻ ബി ഫൗണ്ട് ഇൻ സെയിം ഓർഗാനിസം? അപ്പോൾ ചില
ജീവികളിൽ ഇത് രണ്ടും ഉണ്ട്. എക്സോസ്കെൽറ്റനും ഉണ്ട്, എൻഡോസ്കെൽറ്റനും ഉണ്ട്. അതായത് ഉള്ളിലുള്ള സ്കെൽറ്റനും ഉണ്ട്, പുറം കവറും ഉണ്ട്, പുറം ചട്ടകളും ഉണ്ട്. ഇങ്ങനത്തെ അനിമൽസ് എന്തൊക്കെയാണ്? വാട്ട് കൈൻഡ് ഓഫ് സ്കെൽറ്റൻ ഈസ് ഫൗണ്ട് ഇൻ ക്രോക്കഡൈൽ ആൻഡ് ടർട്ടിൽ? ക്രോക്കഡൈലിനും ടർട്ടിലിനും ഒക്കെ എങ്ങനത്തെയാണ് ഉള്ളത്? അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാൻ ബോത്ത് എക്സോസ്കെൽറ്റൻ ആൻഡ് എൻഡോസ്കെൽറ്റൻ ബി ഫൗണ്ട് ഇൻ ദ സെയിം ഓർഗാനിസം? അത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് ആൻസർ താഴെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇൻ ക്രോക്കഡൈൽ ആൻഡ് ടർട്ടിൽ ബോത്ത് എക്സോസ്കെൽറ്റൻ ആൻഡ് എൻഡോസ്കെൽറ്റൻ ക്യാൻ ബി ഫൗണ്ട്. രണ്ടും കാണാൻ സാധിക്കും. ദേ ഹാവ് സ്കെൽറ്റൻ സിസ്റ്റം ആസ് വെൽ ആസ് ദ ഔട്ടർ കവറിങ് ഇൻ ദെയർ ബോഡി. അവർക്ക് സ്കെൽറ്റൻ സിസ്റ്റം ഉണ്ട്, ഔട്ടർ കവറിങ്ങും ഉണ്ട്. Haven't you understood that animals like turtles, crocodiles and alligators have both endoskeleton and exoskeleton? അപ്പോൾ ടേർട്ടിൽസിനും ക്രോക്കഡൈല് ഇവർക്കൊക്കെ എന്തുണ്ട്? രണ്ടും ഉണ്ട്. എൻഡോസ്കെൽറ്റനും ഉണ്ട്, എക്സോസ്കെൽറ്റനും ഉണ്ട്. ക്ലാസിഫൈ സം ഫെമിലിയർ ഓർഗാനിസംസ് into those having endoskeleton, exoskeleton and both. ഇപ്പോൾ രണ്ടും ഉള്ള ജീവികൾ നമ്മളിപ്പോൾ കണ്ടു അല്ലേ? ക്രോക്കഡൈല്, അലിഗേറ്റർ, ടേർട്ടിൽ എന്നിവ. അതല്ലാതെ എക്സോസ്കെൽറ്റൻ മാത്രമുള്ള ആൾക്കാരും ഉണ്ട്, എൻഡോസ്കെൽറ്റൻ മാത്രമുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം മൂന്ന് ബോക്സിലായിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് എനിക്ക് കിട്ടിയ അനിമൽസിനെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളിനി ഒന്നുകൂടി സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അനിമൽസിനെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എക്സോസ്കെൽറ്റനെ പറ്റി കുറച്ച് അറിവ് കൂടി പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഹാവ് ആൻ എക്സോസ്കെൽറ്റൻ. ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ലിവിങ് ബീയിങ്സ് വിത്ത് എക്സോസ്കെൽറ്റൻ ആർ ഇൻസെക്ട്സ്. അപ്പോൾ ഇൻസെക്ട്സുകൾ, ഷഡ്പദങ്ങൾക്ക് ആണ് കൂടുതൽ എക്സോസ്കെൽറ്റൻ പുറം ചട്ടകളുള്ളത്. ദ സ്കെൽറ്റൻ മേ ബി ഷെഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. കുറേ നാളുകൾക്ക് ശേഷം ആ സ്കെൽറ്റൻ എന്ത് ചെയ്യും? ഈ എക്സോസ്കെൽറ്റൻ പുറം ചട്ടകൾ പൊഴിക്കും അവർ. അത് പൊഴിഞ്ഞു പോകും. ഓർഗാനിസം വിത്ത് എൻഡോസ്കെൽറ്റൻ ഹാവ് സം പാർട്ട് സിമിലർ ടു എക്സോസ്കെൽറ്റൻ. ഇപ്പോൾ എൻഡോസ്കെൽറ്റനുള്ള ചില ചില ജീവികൾക്ക് എക്സോസ്കെൽറ്റനും ഉണ്ടാവാറുണ്ട്. ഉദാഹരണം മാനുകൾ, കുതിര, പശു, പിന്നെന്താണ് അങ്ങനത്തെ ജീവികൾ. കൊമ്പുള്ള ജീവികളുണ്ടല്ലോ, അനിമൽസ് വിത്ത് ഹോൺസ്. അവരുടെ കൊമ്പുകൾ ചില ജീവികൾ കൊമ്പ് പൊഴിഞ്ഞു പോകും. കുറേ നാൾ വളർന്നു കഴിയുമ്പോൾ പൊഴിഞ്ഞു പോകും. ഈ പശുവും ആട് അവർക്കൊക്കെ എന്തുണ്ട്? ഹൂവ്സ് ഉണ്ട്. ഹൂവ്സ് അതും എക്സോസ്കെൽറ്റനാണ്. പുറത്തുള്ളൊരു സ്കെൽറ്റനാണ് ഹൂവ്സ്, കുളമ്പുകൾ കേട്ടോ. എക്സാമ്പിൾ ഇൻക്ലൂഡിങ് സ്കെയിൽസ് ഓഫ് ഫിഷിൻ്റെ സ്കെയിലുകൾ, മീനുകളുടെ ചെതമ്പലുകൾ, റെപ്റ്റൈൽസ്, പാമ്പിൻ്റെയും മറ്റേ ഉരകങ്ങളുണ്ടല്ലോ, പാമ്പ്, പല്ലി, ഓന്ത് എന്നീ ജീവികൾ, പിന്നെ ഫിഷസ്, ഫെദേഴ്സ് ഓഫ് ബേർഡ്സ്, ചിറകുകൾ, പക്ഷികളുടെ ചിറകുകൾ, ഹെയർ, നെയിൽ, ഹോൺസ് ആൻഡ് ഹൂവ്സ് ഓഫ് അനിമൽസ്. മുടിയും നാരും നഖവും കൊമ്പും പിന്നെ കുളമ്പുകൾ, ഇതെല്ലാം എക്സോസ്കെൽറ്റനിൽ പെടുന്നതാണ്. വണ്ടേഴ്സ് ഫ്രം എക്സോസ്കെൽറ്റൻ. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ് ബിലോ. ഹാവൻറ്റ് യു സീൻ സച്ച് ഹാൻഡിക്രാഫ്റ്റ്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കുറേ കരകൗശല വസ്തുക്കൾ കണ്ടില്ലേ? ഇതെല്ലാം എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്? ഷെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അല്ലേ? കുറേ ഷെല്ലുകളും കോഞ്ച് അതൊക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് അല്ലേ? ശംഖുകൾ, ചിപ്പികളൊക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചത്തുപോയ ജീവികളുടെ ഷെൽസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ വസ്തുക്കൾ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. മേക്ക് ക്രാഫ്റ്റ് യൂസിങ് ദീസ് ടൈപ്പ് ഓഫ് എക്സോസ്കെൽറ്റൻ ഓഫ് മസിൽസ്, ക്ലാംസ് ആൻഡ് കോഞ്ചസ് അവൈലബിൾ അറൗണ്ട് യു ആൻഡ് ഡിസ്പ്ലേ ദം അറ്റ് ഹോം ആൻഡ് ദ ക്ലാസ്. അപ്പോൾ ഇതുപോലെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പേജിൽ എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റീസാണ്. അപ്പോൾ ആക്ടിവിറ്റീസ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട്, അതൊന്ന് നോക്കുക. ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചേർക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.